ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് നമ്മുടെ അലമാരകളിൽ തുണികൾ എപ്പോഴും നമ്മൾ അലക്കി അടുക്കി പെറുക്കി മടക്കി വെച്ചാലും മക്കൾ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ വലിച്ചെടുത്ത് അത് മൊത്തം ഈ ഒരു കണ്ടീഷനിൽ ആക്കിയിട്ട് അലമാര വെക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളെപ്പോഴും തുണിയെല്ലാം തന്നെ വാഷ് ചെയ്ത് നമ്മളത് കൊണ്ടുവന്നിട്ട് എപ്പോഴും മടക്കി വയ്ക്കുന്ന സമയത്ത് അത് നല്ല വൃത്തിയായി തന്നെ നമ്മൾ മടക്കി അപ്പം തന്നെ മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലമാര ഒതുക്കുന്ന ആ ഒരു പണിയുണ്ടല്ലോ അത് നമുക്ക് എപ്പോഴും എന്താണ് എളുപ്പമാക്കി തീർക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബെഡ്ഷീറ്റ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ പുതപ്പ് അങ്ങനെയൊക്കെ നമ്മൾ കട്ടിയുള്ള ബ്ലാങ്കറ്റ് ഇതൊക്കെ അലക്കി കഴിഞ്ഞാൽ നമ്മളത് ജസ്റ്റ് നോർമലായിട്ടൊന്ന് വെറുതെ ഒന്ന് മടക്കി അലമാരയ്ക്കകത്ത് വെക്കും. അങ്ങനെ ചെയ്യാതെ നമ്മൾ ആ മടക്കുന്ന സമയത്ത് തന്നെ കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ച് നല്ല വൃത്തിയായി തന്നെ ഒന്ന് അത് ഈ ഒരു രീതിയിൽ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് ചുരുട്ടിയെടുക്കുക കേട്ടോ. ഇങ്ങനെ ചുരുട്ടിയിട്ട് നമ്മൾ ഇത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലമാരയ്ക്കകത്ത് വെക്കുമ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ തിരയേണ്ടതായിട്ട് വരില്ല. അപ്പോൾ മക്കളാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു രീതിയിൽ മടക്കി വെക്കുമ്പോൾ അവർക്ക് ആ ഒരു റോള് മാത്രമായിട്ട് നമുക്ക് എടുക്കുമ്പോൾ അലമാര പെട്ടെന്ന് വൃത്തികേടാകുകയില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് കാണാനില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് അതിനകത്ത് ഒന്ന് തിരയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുള്ള് വലിച്ചിടുന്ന അവസ്ഥയൊക്കെ നമുക്ക് വരാറുണ്ട്. അങ്ങനെ വരികയില്ല കേട്ടോ. അപ്പോൾ കബോർഡിനകത്താണെങ്കിലും അലമാരയ്ക്കകത്താണ് നമ്മൾ വെക്കുന്നതെങ്കിലും നമ്മളെപ്പോഴും ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുക. അതുപോലെ നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ഹോസ്റ്റലിൽ ഇരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോസ്റ്റലിൽ ലഗേജ് ഹോസ്റ്റൽ ബാഗ് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്തും ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി അടുക്കിപ്പെറുക്കി മടക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പെട്ടെന്ന് പണി എളുപ്പമാവും. ഇതിപ്പോൾ ചുരിദാറാണ്, അതിനകത്തുള്ള അതിൻ്റെ ആ ഒരു പാൻറ്റ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഷോളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ ലെവൽ ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ചുരുട്ടി നമ്മൾ മടക്കി വയ്ക്കുക. അപ്പം നമ്മൾ എവിടേക്കെങ്കിലും പോകുമ്പോൾ നമ്മൾ ഷോളിന് വേണ്ടിയിട്ട് ചിലപ്പോൾ തിരയേണ്ടതായിട്ട് വരും. ഷോൾ ഒരിടത്ത് അങ്ങനെയൊക്കെ ആകുമ്പോൾ ടോപ്പ് ഒരിടത്തൊക്കെ ആകുമ്പോൾ നമുക്ക് തിരയാൻ കുറച്ച് സമയം എടുക്കും. ആ ഒരു തിരച്ചിൽ കൊണ്ടാണ് നമ്മുടെ അലമാര മിക്ക സമയങ്ങളിലും വൃത്തികേടായിട്ട് ഇരിക്കാൻ ഉള്ള കാരണം. കണ്ടോ, ഇതുപോലെ തന്നെ നമ്മൾ മടക്കി വെക്കുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ അലമാരയ്ക്കകത്ത് വെക്കുക. അപ്പോൾ ഓരോതും ഓരോ സ്ഥലത്തായിട്ട് ഇപ്പോൾ ഷർട്ടാണെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗത്ത്, മുണ്ടാണെന്നുണ്ടെങ്കിൽ അതൊരു ഭാഗത്ത്, ബ്ലാങ്കറ്റ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഈ ഒരു കറക്റ്റായിട്ട് ഈ ഒരു ലെവലിൽ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ എപ്പോഴും നമുക്ക് പണി എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൃത്തികേടായിട്ട് കിടക്കുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഒരു സാധനം നമുക്ക് തിരയേണ്ടതായിട്ടും വരില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ കറക്റ്റ് വിസിബിളായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിത് ഒരു ഷോൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഷോൾ എടുത്തിട്ട് അത് കറക്റ്റ് ലെവൽ ചെയ്ത് ഇങ്ങനെ നീളത്തിൽ തന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കറക്റ്റാക്കി വെക്കുക. ഇപ്പം ഞാനിത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിനകത്ത് ചിലപ്പോൾ ഇടുന്ന ചുരിദാറാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മാക്സിയൊക്കെ ആണെന്നുണ്ടെങ്കിലും മിക്കവാറും നമ്മൾ അത് അലമാരയ്ക്കകത്തൊന്നും അധികം വെക്കാറില്ല. അപ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ആ ഇടുന്ന അയലിൽ തന്നെ ആയിരിക്കും നമ്മളത് അലക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാതെ അല്ലെങ്കിൽ അലമാരയ്ക്കകത്ത് ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഒരു അയ കെട്ടിയിരിക്കുന്ന അയൻ്റെ മുകളിലേക്ക് ഈ ഷോൾ ഇട്ടിട്ട് കുറച്ച് വള, നമ്മുടെ വീട്ടിലൊക്കെ കുറേ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേ പഴയ വളകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യാത്ത വള ഞാൻ കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ആ ഒരു ഷോളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ അടിവശം നമ്മൾ ഒന്ന് കെട്ടിക്കൊടുക്കുക. കാരണം ആ ഒരു വള ഊരി വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇതാക്കി കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കെട്ടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഇപ്പോൾ ഞാൻ കുറച്ച് വള എടുത്തിട്ടുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് തുണി വെക്കാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ വീട്ടിനകത്ത് ഇടുന്ന മാക്സി അങ്ങനെയുള്ള ഷോളുകൾ അതൊക്കെയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഇത് വെക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയത് കാരണം വേനൽക്കാലമാണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീട്ടിൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളൊക്കെ നമ്മളെപ്പോഴും ഇതുപോലെ അയലിൽ തന്നെയാണ് ഇങ്ങനെ മടക്കി അങ്ങനെ ഇട്ട് വെക്കാറ്. അപ്പോൾ അതിനേക്കാളൊക്കെ കുറച്ചും കൂടി നല്ലതാണ് കേട്ടോ. ഈ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് ഊരിയെടുക്കാനും അതുപോലെ നമുക്ക് ഒരുപാട് അയലിൽ കുറേ സ്പേസ് നമുക്ക് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ മഴയൊക്കെ ആയത് കാരണം തുണികളൊന്നും പെട്ടെന്ന് ഉണങ്ങി കിട്ടുമൊന്നുമില്ല. അപ്പോൾ അയ നിറച്ചും തുണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സ്പേസ്, ഈ ഒരു ഷോൾ തൂങ്ങുന്ന ഈ ഒരു സ്പേസിൽ തന്നെ നമുക്ക് 10-15 ഡ്രസ്സുകൾ നമുക്ക് ഇതുപോലെ ഹാങ് ചെയ്ത് ഇതുപോലെ ചുരുട്ടി വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് സ്പേസും അയലിലുള്ള സ്പേസും ലാഭമാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ തുണികൾ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഇതിൽ പൊടിയൊന്നും പിടിക്കാതിരിക്കാനാണെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് ഒരു ഷോൾ അങ്ങോട്ട് വിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് പൊടിയൊന്നും പിടിക്കില്ല. അപ്പോൾ മഴയായത് കാരണം പൊടിയൊന്നും പിടിക്കാൻ
നശിക്കാനൊന്നും സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലാഭിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു രീതിയിൽ നമ്മൾ തുണികൾ വെക്കുന്ന സമയത്ത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന തുണികൾ നമ്മൾ ശരിക്കും കബോർഡിനകത്ത് വെക്കാതെ ഇതുപോലെ നമ്മളൊരു ഭാഗത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അലമാരയ്ക്കകത്ത് ഒരുപാട് സ്പേസ് കിട്ടും. എപ്പോഴും നമ്മൾ അലമാര തുറന്ന് ഓരോന്ന് എടുക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാനും അലമാര വൃത്തിയായിരിക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ടുള്ള ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്നും നമ്മൾ ഗ്യാസ് കത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു ലൈറ്റർ 1 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ് ഇതായിരിക്കും അവസ്ഥ. അത് അവിടെ വെച്ച് ഇവിടെ വെച്ച് ഓരോ സ്ഥലത്ത് വെക്കുന്നതിൻ്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കറി എന്തെങ്കിലുമൊക്കെ ആയിട്ടും അല്ലെങ്കിൽ എണ്ണയുടെ അംശമായിട്ടും നല്ല വൃത്തികേടായിരിക്കും. നമ്മളത് കഴുകി വൃത്തിയാക്കാനൊന്നും ഒരിക്കലും ലൈറ്റർ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ ടൂത്ത് പേസ്റ്റ് ഉണ്ടല്ലോ, ടൂത്ത് പേസ്റ്റ് ഇതുപോലെ നമ്മൾ ആ ഒരു ലൈറ്ററിൽ മുഴുവനായിട്ടൊന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളൊരു ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ടിഷ്യൂ പേപ്പറോട് തുടയ്ക്കുമ്പോൾ അത് നന്നായി തന്നെ ക്ലീനായി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് പൊടിയുപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയുപ്പ് ഇതുപോലെ ഒന്ന് പൊടിയുപ്പും കൂടി ഇട്ടിട്ട് അതിനകത്ത് ഈ ഒരു ലൈറ്റർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാണ്ടല്ലോ നല്ല പോലെ തന്നെ നമ്മൾ കഴുകുന്നതിനേക്കാളും നല്ലപോലെ ക്ലീനായി കിട്ടും. നമ്മൾ ഒരിക്കലും ലൈറ്റർ കഴുകാൻ പറ്റില്ല, പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റില്ല നനഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു മാസത്തിലൊരിക്കലൊക്കെ ലൈറ്റർ ക്ലീൻ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് വാങ്ങുന്ന ആ ഒരു ലൈറ്റർ ഉണ്ടല്ലോ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും. അതിലുള്ള എണ്ണയുടെ അംശമാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല പോലെ പോയി നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ലൈറ്ററൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെക്കണം. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമ്മൾ ചിലപ്പോൾ കുക്ക് ചെയ്യാനായിട്ടൊക്കെ ലൈറ്റർ എടുക്കുമ്പോൾ അതിൽ എണ്ണയുടെ അംശവും അതിലെന്തെങ്കിലുമൊക്കെ പൊടിയൊക്കെ ആയിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ നല്ല പോലെ തന്നെ ഷൈനിങ്ങോടുകൂടി നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള ടിപ്പ്, ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളിയൊക്കെ നമുക്ക് തോല് കളയുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തോല് കളയുന്ന സമയത്ത് നമ്മുടെ കൈ നീറാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ വെളുത്തുള്ളിയുടെ തോല് കളയാനായിട്ടുള്ള ടിപ്പാണ്. അതിനെ ഇതുപോലെ കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇത്തിരി കനമുള്ള കത്തി യൂസ് ചെയ്ത് നന്നായി ഒന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വെളുത്തുള്ളിയുടെ കുടത്തിൽ നിന്ന് ആ വെളുത്തുള്ളി ഓരോന്നും അടർന്ന് ഇതുപോലെ ഇങ്ങനെ നമുക്ക് കിട്ടും. അത് കണ്ടില്ലേ, ഇതുപോലൊന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാം തന്നെ അടർന്ന് കിട്ടും കേട്ടോ. അടർന്ന് കിട്ടി ഇങ്ങനെ എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ സവോളയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് നേരാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇപ്പോൾ ചെറിയുള്ളി ആണെങ്കിലും ഇതുപോലെ ഓരോന്നും അല്ലി വിടർത്തി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഇതാ ഞാൻ വെളുത്തുള്ളി ആയതാണ് ഇതുപോലെ എല്ലാം എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഈ വെളുത്തുള്ളി മുഴുവനായി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം, നല്ല തിളച്ച വെള്ളം ഒഴിക്കല്ലേ, ഇളം ചൂടുള്ള വെള്ളം കൂടെ ഒഴിക്കുക. അപ്പോൾ നമ്മൾ ചൂടുള്ള വെള്ളമാണ്, അപ്പോൾ ഞാൻ കെറ്റിലിൽ വെള്ളം ചൂടാക്കിയിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ബാക്കി നമ്മൾ നോർമലായിട്ട് തണുത്ത വെള്ളം പച്ചവെള്ളം നമ്മളൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കുറച്ച് സമയം, അതായത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൂടിയാലും ഒരു 10 മിനിറ്റ് നേരം മാത്രം നമ്മളിതിലേക്ക് വയ്ക്കുക. അപ്പോൾ ഞാനിത് ചൂടുള്ള വെള്ളം നല്ല തിളച്ച വെള്ളമായത് കാരണം അതിലേക്ക് നമ്മളതൊന്ന് ചൂട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളതൊരു 10 മിനിറ്റ് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. ഞാനിവിടെ 10 മിനിറ്റ് സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതാ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞരടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തോലെല്ലാം സെപ്പറേറ്റ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ ഇടുന്ന സമയത്ത് അതിൻ്റെ മേലത്തെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, ആ ഒരു പോർഷൻ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇടുകയാണ് പറഞ്ഞാൽ കൈകൊണ്ട് ഞരടിയാൽ മാത്രം മതി, നമുക്ക് വേഗം അതിൻ്റെ തോല് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിലും സവോള ആണെന്നുണ്ടെങ്കിലും നിറയെ ഉള്ളപ്പോൾ സവോളയൊക്കെ ഇതുപോലെ ഇട്ട് കഴിഞ്ഞാൽ കണ്ണ് നീറുക, അത് ചെറിയുള്ളിയൊക്കെ ആകുമ്പോൾ കണ്ണ് നീറുന്ന പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. എത്ര ചെറിയുള്ളി വേണമെന്ന് ഉണ്ടെങ്കിൽ നമുക്ക് നേരാക്കി എടുക്കുകയും ചെയ്യാം. അതുപോലെ കണ്ണ് നീറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളും വരില്ല. ഇങ്ങനെ വെള്ളത്തിലിട്ടിട്ടുള്ള ചെറിയുള്ളിയാണ് സവോളയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ കണ്ണിന് നീറ്റൽ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാകുമ്പോൾ നമ്മൾ കത്തി യൂസ് ചെയ്യാതെ തന്നെ നമുക്ക് കൈകൊണ്ട് നമുക്ക് തോല് കളയാൻ പറ്റും. അതുപോലെ കത്തി കൊണ്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തോല് കളഞ്ഞെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം നിങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കൂടുതലായിട്ടൊക്കെ ഉള്ള സമയത്ത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായി തന്നെ കിട്ടുകയുള്ളൂ കേട്ടോ. ഇതേ ഇപ്പോൾ നമ്മളിത് കണ്ട സിമ്പിളായി തന്നെ പെട്ടെന്ന് നമ്മൾ ഈ വെളുത്തുള്ളി എല്ലാം തന്നെ നേരാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ്ട് അതിൻ്റെ തോല് ഈ ഒരു വെള്ളത്തിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വെള്ളത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു തോല് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ റോസാ ചെടിൻ്റെയോ പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കേണ്ട അതിൻ്റെ മൂട്ടിലിട്ട് കൊടുത്താൽ
നല്ല തന്നെ റോസാ ചെടി പൂക്കാനാണ്, അതുപോലെ തന്നെ പച്ചക്കറി തോട്ടമൊക്കെ ആണെങ്കിൽ നല്ലോണം കായ് ഫലം കിട്ടാനും ഒക്കെ നല്ലതാട്ടോ. പിന്നെ ഈ ഒരു ഇതിന് എടുത്തതിന് ശേഷം ഈ ഒരു വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം നമ്മൾ നമ്മുടെ പരിസരത്തൊക്കെ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാമ്പ് ശല്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഇഷ്ടംപോലെ ഈച്ചയുടെയും ശല്യമുണ്ട്. ചക്കയുടെയും മാങ്ങയുടെയും സീസൺ, പിന്നെ മഴ സ്റ്റാർട്ടായി, അപ്പോൾ നല്ല പോലെ തന്നെ ഈച്ചയുടെ ശല്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ ഒരു വെള്ളം ജസ്റ്റ് ഒന്ന് കൗണ്ടർ ടോപ്പിൽ ഈ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈച്ചയുടെ ശല്യം നമുക്ക് ഒഴിവാക്കാനും വളരെ നല്ലതാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വെള്ളം യൂസ് ചെയ്തിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പും ഡൈനിങ് ടേബിളൊക്കെ രാത്രി സമയത്ത് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പല്ലിയുടെ ശല്യം വരെ നമുക്ക് ഒഴിവാക്കാനും പാറ്റയുടെ ശല്യം ഒഴിവാക്കാനും ഒക്കെ നമുക്ക് പറ്റും. പാമ്പ് ശല്യം ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പരിസരത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഈ ഒരു വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഏതെങ്കിലും ഒരു ടിപ്സ് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടുക കേട്ടോ. ഈ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.